പ്രൈസ് ദി ലോർഡ്. യെശയ്യാ പ്രവചനം 59 അധ്യായം 1 വാക്യം. രക്ഷിപ്പാൻ കഴിയാതവണ്ണം യഹോവയുടെ കൈ കുറുകിപ്പോയിട്ടില്ല, കേൾപ്പാൻ കഴിയാതവണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടുമില്ല. എന്നാൽ എന്തുകൊണ്ടാണ് പ്രാർത്ഥനാ ശബ്ദം, കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾ എപ്പോഴും ദൈവം കണ്ടില്ല എന്ന് തോന്നുമാറുള്ള ചില അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ജനിക്കപ്പെടുന്നത്? പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ പറയുന്നു, നമ്മുടെ അകൃത്യമത്രേ ദൈവത്തിൽ നിന്നുള്ളതായ വിടുതലുകൾ കൊണ്ടുവരുവാൻ ഡിലേ ആക്കുന്നത്. ദൈവത്തെയും നമ്മെയും അകറ്റിയിരിക്കുന്നത് ഒരകൃത്യമത്രേ. ദൈവത്തോടുള്ള മത്സരം, ദൈവത്തോടുള്ള നീരസം, അവിശ്വാസം, ഇവ പലപ്പോഴും നമ്മുടെ വിടുതലുകളെ ഡിലേ ആക്കിക്കൊണ്ടിരിക്കുന്നു. ഇസ്രായേൽ ജനം ഒരിക്കൽ യഹോവയോട് ഇങ്ങനെ പറഞ്ഞു, ഈ മരുഭൂമിയിൽ ഞങ്ങൾക്ക് മന്ന ലഭിപ്പാനിടയായി തീർന്നു, എന്നാൽ ഇറച്ചിയും നിനക്ക് തരുവാൻ കഴിയുമോ? യഹോവയ്ക്ക് എങ്ങനെ മരുഭൂമിയിൽ ഇറച്ചി തരുവാൻ കഴിയും? എന്നാൽ യഹോവയായ ദൈവം മറുപടി പറയുകയാണ്, അതെ, അവനൊരു കാറ്റൂതി, കടലിന്മേൽ ഒരു കാറ്റിനെ ഊതി, കാറ്റ് കാടപ്പക്ഷിയെ കൊണ്ടുവന്ന് ഇസ്രായേൽ പാളയത്തിൻ്റെ കിഴക്കും പടിഞ്ഞാറും കയ്യെത്താകുന്ന ദൂരത്ത് നിർത്തി വേണ്ടുവോളം പിടിച്ചെടുക്കുവാൻ അവർക്കിടയാക്കി തീർത്തു. പ്രിയപ്പെട്ടവരെ, മരുഭൂമിയിൽ മന്ന മാത്രമല്ല, മരുഭൂമിയിൽ ഇറച്ചിയും വേണ്ടുവോളം തരുവാൻ ദൈവം വിശ്വസ്തനാണ്. നമ്മെ വിളിച്ച് വേർതിരിച്ചെടുത്ത, മക്കളാക്കി തീർത്ത്, അവകാശികളാക്കി തീർത്ത കർത്താവിൻ്റെ സന്നിധിയിൽ ധനമുണ്ട്, മാനമുണ്ട്, പുരാതന സമ്പത്തുണ്ട്. എന്തിനെ ഓർത്താണ് ഭാരപ്പെടുന്നത്? എന്തിനാണ് നിരാശപ്പെടുന്നത്? നമ്മുടെ ദൈവത്തിന് സകലതും കഴിയുമെന്ന് പൂർണ്ണമായി വിശ്വസിച്ചാൽ ഇന്ന് രാവിലെ സമയം നിങ്ങളുടെ പ്രാർത്ഥനാ ശബ്ദത്തിന്മേൽ ദൈവത്തിൻ്റെ അസാധാരണമായ കരം ചലിക്കും. നമ്മുടെ അവിശ്വാസമത്രേ നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടി ഡിലേ ആക്കുന്നത്. നമ്മുടെ അകൃത്യമത്രേ ദൈവത്തെയും നമ്മയും തമ്മിൽ അകറ്റിയിരിക്കുന്നത്. ഇന്ന് രാവിലെ സമയം പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു, രക്ഷിപ്പാൻ കഴിയാതവൻ എൻ്റെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതവൻ എൻ്റെ ചെവി മന്ദമായിട്ടുമില്ല. അതുകൊണ്ട് പ്രിയരെ, ഭാരമേറിയ വിഷയവുമായി നിലവിളിയും പ്രാർത്ഥനയോടുമായിരിക്കുന്നുവോ, അസാധാരണമായൊരു ദൈവപ്രവൃത്തി കാണുവാൻ നിങ്ങളുടെ കണ്ണുകളെ തുറക്കുക. അസാധാരണമായൊരു ദൈവിക വിടുതൽ അനുഭവിപ്പാൻ നിങ്ങൾ പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കുക. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. യഹോവ നമ്മുടെ ദൈവമെന്ന് പിന്നെയും ജനമറിയത്തക്ക രീതിയിൽ നിങ്ങളുടെ ശത്രുക്കൾ കാണുമാറ് ദൈവം ഒരു പ്രവൃത്തി അയക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഖേദിക്കേണ്ട. ഇസ്രായേലിനു വേണ്ടി വൻകാര്യങ്ങളെ ചെയ്തവനായ ദൈവം ലിവ്യാഥാന്റെ തലകളെ തകർത്ത് കാടിൽ നിന്ന് കാടപ്പക്ഷിയെ കൊണ്ടുവന്ന് തൻ്റെ ഭക്തന്മാരെ മിഷ്ടാന്ന ഭോജനം കൊടുത്ത് മാനിക്കുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ രക്തത്താൽ വീണ്ടെടുത്ത ദൈവവചനമായ നമുക്ക് എത്രയധികം. അതുകൊണ്ട് ക്ഷീണിച്ചു പോകരുതേ, മടുത്തു പോകരുതേ, നിരാശപ്പെട്ടു പോകരുതേ. രാവിലെ സമയം ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയുമെന്ന് വിശ്വസിക്കുക മാത്രം ചെയ്യുക. വിശ്വസിക്കുക മാത്രം ചെയ്യുക. വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് നമുക്ക് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യുന്നു. ആമേൻ.